ഹലോ കൂട്ടുകാരെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചില നിഗൂഢതകളിലേക്കാണ് നമ്മൾ ഇന്ന് ഈ അന്വേഷണത്തിലൂടെ കടക്കുന്നത്. ചരിത്രത്തിൽ ഇന്നും പലർക്കും വ്യക്തമല്ലാത്ത പ്രമാദമായ 2 കോൾഡ് കേസുകൾ നമ്മൾ ഇന്ന് ശാസ്ത്രീയമായി പരിശോധിക്കാൻ പോവുകയാണ്. തയ്യാറല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. BC 322 ഒരു ബാബിലോണിയൻ കൊട്ടാരവും 1945 ബെർലിൻ നഗരത്തിലെ ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സത്യത്തിൽ നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുള്ള ഈ 2 കാലഘട്ടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയും അഡോൾഫ് ഹിറ്റ്ലറും ലോക ചരിത്രം തിരുത്തിക്കുറിച്ച 2 പേർ. ഇവർ തമ്മിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്, അല്ലേ? പക്ഷെ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഇവരുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭയപ്പെടുത്തുന്ന ദുരൂഹതകളും നിഗൂഢമായ തിയറികളുമാണ്. അപ്പോൾ കേസ് ഫയൽ 1, ബാബിലോണിയന്റെ പതനം. ശരി, നമുക്ക് നേരെ ആ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. BC 323 ഇന്ത്യയുടെ അതിർത്തി വരെ എത്തിയ ശേഷം അലക്സാണ്ടർ ബാബിലോണിലേക്ക് മടങ്ങി. അവിടെ നടന്ന ഒരു വലിയ സൽക്കാരത്തിനിടെ ഒരു പാത്രം വൈൻ കുടിച്ചു തീർത്തയുടൻ അദ്ദേഹം പുറകോട്ട് മറിഞ്ഞു വീണു. പുറകിൽ ആരോ കുന്തം കൊണ്ട് കുത്തിയിറക്കിയതുപോലെയുള്ള അതികഠിനമായ വേദന. പിന്നെ നടന്നത് വളരെ വേഗത്തിലായിരുന്നു. വെറും 11 ദിവസങ്ങൾക്കുള്ളിൽ കടുത്ത പനി വന്ന് ശരീരം പൂർണ്ണമായും തളർന്നു, സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷേ യഥാർത്ഥ ദുരൂഹത ആരംഭിക്കുന്നത് അവിടെയാണ്. അദ്ദേഹം മരിച്ചെന്ന് പ്രഖ്യാപിച്ച് കൃത്യം 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ ശരീരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഒട്ടും ചീഞ്ഞു പോവുകയോ ദുർഗന്ധം വരികയോ ചെയ്തില്ല. ഇത് കണ്ട കാലത്തെ ജനങ്ങൾ ശരിക്കും വിശ്വസിച്ചത് അലക്സാണ്ടർ വെറുമൊരു മനുഷ്യനല്ല, മറിച്ചൊരു ദൈവമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലേ? ആ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹത്തിന് ആരെങ്കിലും വിഷം നൽകിയതാണോ, അതോ അതിലും ഭയാനകമായ മറ്റെന്തെങ്കിലും അവിടെ സംഭവിച്ചിരുന്നോ? ആധുനിക ശാസ്ത്രം ഇതിനൊരു ഞെട്ടിക്കുന്ന ഉത്തരം നൽകുന്നുണ്ട്. ഇവിടെയാണ് ഈ വിഷയം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ആധുനിക ഗവേഷകർ അലക്സാണ്ടറുടെ ലക്ഷണങ്ങൾ വെച്ച് പഠിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് അദ്ദേഹത്തിന് ഗില്ലൻ ബാരെ സിൻഡ്രോം അഥവാ GBS എന്ന കഠിനമായൊരു നാഡീരോഗം ബാധിച്ചിരുന്നുവെന്നാണ്. ഈ രോഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ശരീരത്തെ പൂർണ്ണമായും തളർത്തും, പക്ഷേ തലച്ചോറ് 100% സജീവമായിരിക്കും. അക്കാലത്തെ ഡോക്ടർമാർക്ക് ഒരാൾ മരിച്ചോ എന്നറിയാൻ ശ്വാസവും ചലനവും മാത്രം പരിശോധിക്കാനേ അറിയുമായിരുന്നുള്ളൂ. GBS വന്നതോടെ അലക്സാണ്ടറുടെ ശരീരം പൂർണ്ണമായി അനക്കാൻ കഴിയാതായി. ശ്വാസമെടുക്കുന്നത് വളരെ നേരിയതായി മാറി. ഇതുകാരണം ഡോക്ടർമാർ അദ്ദേഹം മരിച്ചു എന്ന് തെറ്റായി പ്രഖ്യാപിക്കുകയായിരുന്നു. ശാസ്ത്രം നൽകുന്ന ഏറ്റവും ഭയാനകമായ യാഥാർത്ഥ്യം ഇതാണ് കൂട്ടുകാരെ. അലക്സാണ്ടർ മരിച്ചെന്ന് പറഞ്ഞ ആ ദിവസം യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുറ്റും നടക്കുന്നതെല്ലാം കേൾക്കാനും അറിയാനും കഴിഞ്ഞിട്ടും താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിളിച്ചു പറയാൻ പോലും ആകാതെ ആ ലോകവിജയ് പൂർണ്ണ ബോധത്തോടെ ജീവനോടെ അടക്കം ചെയ്യപ്പെടുകയായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ അവസ്ഥ. എങ്കിലും ചരിത്രം മറ്റൊരു സാധ്യത കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അലക്സാണ്ടറുടെ സ്വന്തം പടനായകനായിരുന്ന ആന്റിപാറ്റർ അദ്ദേഹത്തോടുള്ള അസൂയ കാരണം ഹെല്ലബോർ എന്ന വിഷച്ചെടിയുടെ നീര് നൽകി ചതിച്ചതാണെന്നും ഒരു വാദമുണ്ട്. ഈ വിഷം ഉള്ളിൽ ചെന്നാൽ മെല്ലെ ശരീരം തളരുകയും കടുത്ത പനിയുണ്ടാവുകയും ചെയ്യും. ഇത് അലക്സാണ്ടറുടെ ലക്ഷണങ്ങളുമായി കൃത്യമായി യോജിക്കുന്നുണ്ട് താനും. ശരി, ഇനി നമുക്ക് നേരെ 20-ാം നൂറ്റാണ്ടിലേക്ക് വരാം. കേസ് ഫയൽ 2, ബങ്കറിലെ ദുരൂഹത. 1945 ഏപ്രിലിലെ ഔദ്യോഗിക ചരിത്രം നമ്മളോട് പറയുന്നത് ഇതാണ്. സോവിയറ്റ് റെഡ് ആർമി ബെർലിൻ നഗരം വളഞ്ഞപ്പോൾ പരാജയമുറക്കായ ഹിറ്റ്ലർ സ്വന്തം തലയിലേക്ക് വെടിവെച്ചും കാമുകി ഇവാ ബ്രൗൺ സയനൈഡ് കഴിച്ചും ആത്മഹത്യ ചെയ്തു. ശേഷം ശത്രുക്കൾക്ക് കിട്ടാതിരിക്കാൻ അവരുടെ മൃതദേഹങ്ങൾ ബങ്കറിന് പുറത്തെ ഗാർഡനിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് പൂർണ്ണമായും കത്തിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. സോവിയറ്റ് സൈന്യം ബങ്കർ പിടിച്ചെടുത്തപ്പോൾ അവർക്ക് ഹിറ്റ്ലറുടെ മൃതദേഹം പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് തിരികൊളുത്തിയത്. അമേരിക്കയുടെ FBI ഉൾപ്പെടെ ഹിറ്റ്ലർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വർഷങ്ങളോളമാണ് അന്വേഷിച്ചത്. ഹിറ്റ്ലർ അവിടെ വെച്ച് മരിച്ചിട്ടില്ലെന്നും പകരം രൂപസാദൃശ്യമുള്ള മറ്റൊരാളെ അവിടെ കൊലപ്പെടുത്തിയ ശേഷം ഹിറ്റ്ലർ ഒരു വിമാനത്തിൽ സ്പെയിനിലേക്കും അവിടെ നിന്ന് ഒരു ജർമ്മൻ അന്തർവാഹിനി വഴി അർജന്റീനയിലേക്കും കടന്നുവെന്നുമാണ് ഏറ്റവും പ്രശസ്തമായ തിയറി. യുദ്ധത്തിനു ശേഷം ആയിരക്കണക്കിന് നാസി ഉദ്യോഗസ്ഥർ ശരിക്കും അർജന്റീനയിലേക്ക് ഒരിച്ചോടിയതുകൊണ്ട് തന്നെ ഈ കഥ കേൾക്കുമ്പോൾ തികച്ചും വിശ്വസനീയമായി പലർക്കും തോന്നി.
പിന്നീട് ഈ നിഗൂഢതകൾക്കുത്തരം കണ്ടെത്താൻ ശാസ്ത്രം തന്നെ രംഗത്തെത്തി. 1945 നടന്ന മരണത്തിന് ശാസ്ത്രീയമായ സ്ഥിരീകരണമുണ്ടാകുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. 2009 ഒരു DNA പരിശോധനയും അതിനുശേഷം 2018 ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ നടത്തിയ അന്തിമ ദന്തപരിശോധനയുമാണ് ഇതിൽ നിർണായകമായത്. 2009 അമേരിക്കൻ ശാസ്ത്രജ്ഞർ ശരിക്കും ഞെട്ടിക്കുന്നൊരു കണ്ടെത്തൽ നടത്തി. അതുവരെ ഹിറ്റ്ലറുടേതാണ് എന്നു പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ സൂക്ഷിച്ചിരുന്ന തലയോട്ടിയുടെ DNA പരിശോധിച്ചപ്പോൾ അതൊരു സ്ത്രീയുടേതാണെന്ന് തെളിഞ്ഞു. അതും 20നും 40നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ. ഇത് ഹിറ്റ്ലറെ രക്ഷപ്പെട്ടുവെന്ന തിയറികൾക്ക് വീണ്ടും ആളിപ്പടരാൻ കാരണമായി. അതുകൂടെ കേട്ടതോടെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ആ തലയോട്ടി വ്യാജമായിരുന്നെങ്കിൽ ഹിറ്റ്ലർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് സത്യമായിരുന്നോ? അദ്ദേഹം ശരിക്കും അർജന്റീനയിലേക്ക് പോയിരുന്നോ എന്ന്. എന്നാൽ ശാസ്ത്രം എത്ര മനോഹരമായാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് നോക്കൂ. 2018 ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ ഒരു സുപ്രധാന പഠനം നടത്തി. റഷ്യൻ സൈന്യത്തിന് ബങ്കറിൽ നിന്നും കിട്ടിയ കത്തിക്കരിഞ്ഞ പല്ലുകളുടെ അവശിഷ്ടങ്ങളും ഹിറ്റ്ലറുടെ സ്വന്തം ഡെന്റിസ്റ്റിന്റെ കൈവശമുണ്ടായിരുന്ന എക്സ്റേ രേഖകളും അവർ കൃത്യമായി ഒത്തുനോക്കി. പല്ലുകളിലെ റൂട്ട് കനാൽ അടയാളങ്ങളും മറ്റും എക്സ്റേയുമായി അവർ താരതമ്യം ചെയ്തു. പരിശോധനാ ഫലം എന്തായിരുന്നു എന്നറിയാമോ? 100% മാച്ച്. ആ പല്ലുകൾ ഹിറ്റ്ലറുടേത് തന്നെയാണെന്ന് ശാസ്ത്രം സംശയലേശമന്യേ തെളിയിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒളിച്ചോട്ട കഥകൾക്കും കിംവദന്തികൾക്കും അതോടെ അവസാനമായി. ഹിറ്റ്ലർ ആ ബങ്കറിൽ വെച്ചു തന്നെയാണ് മരിച്ചതെന്ന് അതോടെ ഉറപ്പായി. അന്തിമവിധി. ഈ 2 ചരിത്ര സംഭവങ്ങളും നമ്മളെ എങ്ങനെയൊരു തീർപ്പിലെത്തിക്കുന്നു എന്ന് നോക്കാം. ലോകം കീഴടക്കാൻ കൊതിച്ച അലക്സാണ്ടർ ഒരു നാഡീരോഗത്താലോ അല്ലെങ്കിൽ സ്വന്തം പടനായകന്റെ വിഷപ്രയോഗത്താലോ തളർന്നു പോവുകയും ഒടുവിൽ പൂർണ്ണബോധത്തോടെ ജീവനോടെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. അതേസമയം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ഹിറ്റ്ലറുടെ മരണം ആധുനിക ദന്തപരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന കഥകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ വിവരണം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ചരിത്ര വെളിപ്പെടുത്തലുകളിൽ നിന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഏതാണ്? അലക്സാണ്ടർ ജീവനോടെ അടക്കം ചെയ്യപ്പെട്ടുവെന്ന ഭയാനകമായ സത്യമോ, അതോ ഹിറ്റ്ലർ രക്ഷപ്പെട്ടുവെന്ന കഥകൾ ഇത്രയും കാലം ലോകത്തെ വിഡ്ഢികളാക്കിയതോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക.